നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ഓഫ് ഗ്ലോബൽ ഓപ്പറേഷൻസ്. അതായത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഫോർകാസ്റ്റിംഗ് ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഫ്യൂച്ചറിൽ നമ്മുടെ പ്രോഡക്റ്റിന് ഉണ്ടാവുന്ന ഡിമാൻഡ് അതിനെ നമ്മൾ മുൻകൂട്ടിയിട്ട് പ്രഡിക്റ്റ് ചെയ്യുക. അറ്റംപ്റ്റ് ടു predict the future which cause is an unknown, വിച്ച് ഓഫ് കോഴ്സ് ഈസ് അൺനോൺ. നമുക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺനോൺ ആണ്, എങ്കിലും നമുക്ക് പല കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു പരിധി വരെ അതെന്താണെന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. ഫോർകാസ്റ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഫോളോയിങ് ഏരിയാസ്. ഏതൊക്കെ ഏരിയയിലാണ് ഈ ഫോർകാസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? ഒന്നാമത്തെ മെറ്റീരിയൽ പർച്ചേസിങ് ആൻഡ് എക്സ്പീഡിയേറ്റിംഗ്. അതായത് ഗുഡ്സ് ടു പർച്ചേസ് നീഡ് ടു ബി ഓർഡേർഡ് ആൻഡ് അലോക്കേറ്റഡ് ഇൻ ലൈൻ വിത്ത് ദ ഫോർകാസ്റ്റ്. Incorrect decision may leave the operation with excess stock to store, with the cost of extra material to be increased. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോഴും അതേപോലെ എക്സ്പീഡിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് അതിനാവശ്യമുള്ള സ്റ്റോക്ക് എപ്പോഴും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇൻകറക്റ്റ് ആയിട്ട് അതിലൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോക്ക് വേണ്ടത്ര ഇല്ലായ്മയോ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് സ്റ്റോക്ക് ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാം. ഇനി പ്രോഡക്റ്റ് മിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫോർകാസ്റ്റിംഗ് ആവശ്യമാണ്. കാരണം പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും നമ്മൾ കണ്ടെയ്ൻഡ് വിത്തിൻ ദ ഫോർകാസ്റ്റ്. നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് മുൻകൂട്ടി ഒരു ധാരണ. ഇഫ് ദിസ് ഇസ് ഇൻകറക്റ്റ്, ഇവിടെയും നമ്മളൊരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഉണ്ടാവുന്നതെങ്കിൽ വിത്ത് അൺസോൾഡ് ആയിട്ട് ഒരു ഒത്തിരി ഫിനിഷ്ഡ് ഗുഡ്സും മിസ്ഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സാധനങ്ങൾ ഉണ്ടാക്കി വയ്ക്കും, പക്ഷെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആൻഡ് മൂന്നാമത്തെ സ്റ്റാഫിൻ്റെ ലെവല്, ഓവർ ടൈം ഡെസിഷൻസ്. നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സ്റ്റാഫുകൾ ആവശ്യമാണ് എന്നുള്ളത് കൃത്യമായി ചെയ്യാം. സ്റ്റാഫിംഗ് ലെവൽസ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റിനെ ബേസ് റിക്രൂട്ട്മെൻറ്റ് ഡെസിഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾക്ക് ആവശ്യമുള്ള നമ്മുടെ മീഡിയം ലെവലിലും ലോങ് ടേമിലൊക്കെ പ്ലാനുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ്. ഇനി ഓവർ ടൈം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെയാണെന്നൊക്കെ നോക്കുക. ഓപ്പറേഷൻസ് വിത്ത് സ്കിൽഡ് സ്റ്റാഫ് ബേസ് ആണെങ്കിൽ നീഡ് ടു മേക്ക് എനി ഡിസിഷൻ ടു ഇൻക്രീസ് കപ്പാസിറ്റി വെൽ ഇൻ അഡ്വാൻസ് ഓഫ് ഡിമാൻഡ് ഇൻക്രീസസ്. ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്കിൽഡ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അവരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് റിക്രൂട്ട് എ സ്പെഷ്യലിസ്റ്റ് റാദർ ദാൻ എ അൺസ്കിൽഡ് വർക്കർ. നമ്മളൊരു അൺസ്കിൽഡ് വർക്കറെ വെക്കുന്നതിനേക്കാൾ ഉപരി എപ്പോഴും ബെറ്റർ ആയിരിക്കുന്ന ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. ഫോർകാസ്റ്റ് ഇൻഫർമേഷന് അവിടെ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്ര രൂപ മുടക്കണം, അത് മുടക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ, അത് ഇനിയും കൂട്ടേണ്ട ആവശ്യമുണ്ടോ, അത് എവിടേക്കാണ് അത് ചുരുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ക്യാപിറ്റലിൻ്റെ കേസിലും നമുക്കത് എടുക്കേണ്ടി വരാറുണ്ട്. ഇനി ഈ ഒരു കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നോക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ ഈ ഫോർകാസ്റ്റിംഗ് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇനി അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും. അതിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പീരിയൻസ് ടു എസ്റ്റിമേറ്റ് ഡിമാൻഡ് സ്വിങ്സ്, ഡിമാൻഡൊക്കെ എത്രയാണെന്നുള്ള അറിയാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. ഈ മെത്തേഡിലൂടെ നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് മേ ബി ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ്. നമുക്ക് ഇതിന് മുന്നുണ്ടായ അനുഭവങ്ങൾ, നമ്മുടെ ഒപ്പീനിയൻസ്, ഈവൻ ഗസ് ആണെങ്കിൽ പോലും അതിനെ ബേസ് ചെയ്തിട്ടെടുക്കുന്ന കാര്യങ്ങളായിരിക്കും. അതിനെയാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റിലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്ന ഡാറ്റകൾ, ഒറിജിനലി ഒക്കർ ചെയ്തിട്ടുള്ള ഡാറ്റകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫ്യൂച്ചർ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവിടെ ഈ മെത്തേഡ്സ് രണ്ടും ഇഫക്റ്റീവാണ്. നമ്മൾ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന മാർക്കറ്റ് സർവേ ആണ്. മാർക്കറ്റ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫ്യൂച്ചറിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങും, അവരുടെ ബൈയിങ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡാറ്റയിലെ കൺക്ലൂഷൻ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പ്രോഡക്റ്റിന് ഫ്യൂച്ചറിൽ ഡിമാൻഡ് ഉണ്ടാവുമോ, ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ, വാങ്ങുമോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് മാർക്കറ്റ് സർവേ എന്ന് പറയുന്നത്. സർവീസ് എസ്പെഷ്യലി യൂസ്ഫുൾ ആവുന്നത് ന്യൂ പ്രോഡക്റ്റും സർവീസൊക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്താണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നോ പ്രീവിയസ് ഇൻഫർമേഷൻ, ഇത് മുൻകാലത്തെ കാര്യങ്ങളെ നമുക്ക് ബേസ് ചെയ്തുകൊണ്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പ്രീവിയസ് ഇൻഫർമേഷൻ ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കേസസിലൊക്കെ ഇത്തരത്തിലുള്ള സർവീസ് വെരി യൂസ്ഫുൾ ആണെന്നുള്ളതാണ് പറയുന്നത്. ഡയറക്റ്റായിട്ട്, അതായത് മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ട്രൂ ഡാറ്റയാണ് അവിടെ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അത് റിലയബിളും ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ ഒപ്പീനിയൻസ് അറിയാൻ പറ്റും. അത് പേഴ്സൺ ടു പേഴ്സൺ ചിലപ്പോൾ വ്യത്യാസത ഉണ്ടാവാം. ഓൾസോ എ കസ്റ്റമർ മേ ടെൽ ദ ഇൻ്റർവ്യൂവർ വാട്ട് ദേ തിങ്ക്. ചിലപ്പം
അവരിൽ നമുക്ക് പുതിയൊരു ഐഡിയ കിട്ടാം. അവരെന്താ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അവർ ചിന്തിക്കുന്നത്, എന്താണ് അവരുടെ ആക്ച്വൽ ഉള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ബൈയിങ് ഹാബിറ്റ് എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദ റെസ്പോൺസസ് ക്യാൻ ബി ടൈം കൺസ്യൂമിങ്. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിനു വേണ്ടി ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിങ് ആണ്, എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ന്യൂ ഫോം ഓഫ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് മൊബൈൽ ഫോൺ മാർക്കറ്റ് സർവേസ് ക്യാൻ ടെസ്റ്റ് റിയാക്ഷൻ ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, അത് നമുക്ക് കൂടി ഡയറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെയാണ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. ഡെൽഫി മെത്തേഡിൽ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ഇൻ്റർവ്യൂസ് ആണ്, അല്ലെങ്കിൽ സ്റ്റഡീസ് ഓഫ് ദ ഒപ്പീനിയൻ ഓഫ് എ പാനൽ ഓഫ് എക്സ്പേർട്സ് ഇൻ ദ ഏരിയ. ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആ ഒരു മേഖലയിലെ അറിവുള്ള ആളുകളുമായിട്ട് അവരുടെ ഒപ്പീനിയൻസ് കളക്ട് ചെയ്യാം, അവരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യാം, ഇൻഡിവിജ്വൽ ഒപ്പീനിയൻസ് ഒക്കെ കളക്ട് ചെയ്യുക പരസ്പരം അറിയാതെ തന്നെ, ആൻഡ് ദെൻ സർക്കുലേറ്റഡ് ടു അതർ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്. എന്നിട്ട് ആ ഓരോ വ്യക്തിയുടെയും അഭിപ്രായങ്ങളെ അവരറിയാതെ തന്നെ മറ്റൊരു വ്യക്തികളിലേക്ക് പാസ് ചെയ്ത് അവരുടെ ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻസും കമൻസും കൂടി ഒന്ന് നോക്കുക. ഇതിനെ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ ഗ്രൂപ്പ് കൺസെൻസസ് ഈസ് ഫോംഡ്, അപ്പോൾ അവർക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുന്ന ഒരു സമയം വരേക്ക് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അത് അയച്ചുകൊണ്ടിരിക്കാം. ആൻഡ് ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആയിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടും അതിലൂടെ ഒരു കളക്റ്റീവ് ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സിനാരിയോ പ്ലാനിങ് ആണ്. സിനാരിയോ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് വാട്ട് ഇഫ് അപ്രോച്ച് ടേക്കൺ ടു ദ ഫ്യൂച്ചർ ഡിമാൻഡ്സ് ആൻഡ് കൺസിഡേഴ്സ് ദ പൊട്ടൻഷ്യൽ സിനാരിയോസ് an organization might face, then analyze the demand pattern that may result from each scenario. ഈ ഒരു മെത്തേഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ് നെക്സ്റ്റ്, വാട്ട് ഇഫ് ഇങ്ങനെയാണെങ്കിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ ഡിമാൻഡ്സ് ഇതിനെ കൺസിഡർ ചെയ്യുക, ആൻഡ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അതിനുള്ള അനുയോജ്യ സാഹചര്യങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുക, ഫേസ് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, ഡിമാൻഡ് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത്. ഓരോ സിനാരിയോന്നും നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ എന്താണെന്നുള്ളത് നോക്കുക. അപ്പോൾ ഒരു റേഞ്ച് ഓഫ് ഓൾട്ടർനേറ്റീവ് ഔട്ട്കംസ് ജനറേറ്റ് ചെയ്യപ്പെടും ഇതിൽ നിന്നൊക്കെ. ആൻഡ് അതിനുശേഷം അതിനോട് സമാനമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈച്ച് ഒക്കറിങ് ആൻഡ് ദ റിസ്ക് ഇൻവോൾവ് ആർ അസസ്ഡ്. അപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും അതിലുള്ള റിസ്കുകളും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു മെത്തേഡ് കവർ ചെയ്യുന്നത് വൈഡ് റേഞ്ച് ഓഫ് പോസിബിൾ ഫ്യൂച്ചേഴ്സ്. ഹവർ ദർ വിൽ ബി ഓൾവേസ് ബി സിനാരിയോ ആർ നോട്ട് കൺസിഡേർഡ് ആൻഡ് സം ഓഫ് ദീസ് മേ എൻഡ് അപ്പ് ദ സിഗ്നിഫിക്കൻറ്റ്. For example of scenario plan could be consider the potential impact of demand for a building company. ഒരു ബിൽഡിംഗ് കമ്പനി ഇഫ് ജനറൽ ഇലക്ഷൻ ഈസ് ഡ്യൂ, അതായത് ഒരു ബിൽഡിംഗ് കമ്പനിയെ കുറിച്ച് നമുക്കൊരു ഇമ്പാക്റ്റ്, അവരുടെ ഒരു ഡിമാൻഡ് എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയാനാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ റെലവൻറ്റ് പോളിസീസ് ഇലക്ഷൻ അവിടെ വരുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സിനാരിയോ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ദ റെലവൻറ്റ് പോളിസീസ് ആയിരിക്കും. ആ സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിരിക്കും. റിലേറ്റഡ് ടു ഫണ്ടിങ് ഹൗസിംഗ് പ്രോജക്ട് ഷുഡ് ദേ വിൻ ദ ഇലക്ഷൻ. കാരണം അവരവിടെ ഇലക്ഷനിൽ വിൻ ചെയ്യുന്നതിന് വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ദിസ് ക്യാൻ ഗിവ് ഇൻഫർമേഷൻ ടു ദ ഓർഗനൈസേഷൻ റിഗാർഡിംഗ് ദ പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് ഓൺ ദെയർ വോളിയൂംസ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന വഴിക്ക് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സമയത്ത് ഇതിന് ബിൽഡിംഗ് പണി കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് അവിടെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ സിനാരിയോ പ്ലാനിങ് വർക്ക് വെൽ വെൻ ദർ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് പ്രോഡക്റ്റോ സർവീസോ ഉണ്ടെങ്കിലാണ്. അതുപോലെ തന്നെ ഒരുപാട് വേരിയബിൾസും സിനാരിയോസും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് മെയിൻ മെത്തേഡ്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ്. അതിനുവേണ്ടി നമ്മൾ പ്രധാനമായിട്ട് 4 ഐഡൻറ്റിഫയബിൾ ടൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ട്രെൻഡ് മനസ്സിലാക്കുക, 2 സീസണിൽ വരുന്ന ഡിമാൻഡുകൾ. അതിൽ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്, ഒരു പാറ്റേൺ, ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു 5 വർഷം 10 വർഷത്തേക്ക് ഒരേ ഒരു ഹാബിറ്റ് നമുക്കതിങ്ങനെ ഇൻക്രീസ് ആയി വരുന്നത് കാണാം. അതിനെയാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. യൂസ്ഫുൾ ടൂളാണ് ഇത് ഓർഗനൈസേഷന്. എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കാം, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചർ. ഈ ഒരു അനാലിസിസിലൂടെ പ്രോസസ് ഓഫ് പാസ്റ്റ് ഡാറ്റേനെ നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ പാറ്റേൺസ്, അതിലൂടെ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. രണ്ടാമത്തെയാണ് സീസണൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ചില പ്രത്യേക സീസൺ വരുന്ന സമയത്ത് മാത്രം കൂടുതൽ ഡിമാൻഡ് അവിടെ ഉണ്ടാവുക. കസ്റ്റമറുടെ ഡിമാൻഡ് എങ്ങനെയാണെന്നുള്ള പ്രെഡിക്റ്റ് ചെയ്യുന്നത് ആ ഒരു സീസണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. കസ്റ്റമർ ഡിമാൻഡ് റെഗുലർലി ഫ്ലക്ച്വേറ്റ്. ഒരു കസ്റ്റമർ ഡിമാൻഡ് എന്ന് പറയുന്നത് അത് ഇടവിട്ടിട്ട് അത് ഫ്ലക്ച്വേഷൻ വരാൻ സാധ്യതയുള്ളതാണ്. വേരിയസ് നേച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ആയിട്ടുള്ള സീസൺസ് ഒക്കെ ഉണ്ടായിരിക്കും. പീപ്പിൾ നീഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ ചേഞ്ച് ആവാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ചില ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് പല സീസണിനനുസരിച്ചായിരിക്കും ഉണ്ടായിരിക്കാം.
മൂന്നാമത്തെയാണ് സൈക്ലിക്കൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതൊരു സൈക്കിൾ പോലെയാണ്. യൂഷ്വലി റെസ്പോൺസ് സം ഇഫക്റ്റ് ഓഫ് സീസൺ ഓർ ബിസിനസ് സൈക്കിൾ. ഇപ്പോൾ ഡിമാൻഡ് ഫോർ ഇലക്ട്രിസിറ്റി ആൻഡ് ക്രിസ്മസ് ഓർണമെന്റ്സ് ഈസ് സീസണലി സൈക്ലിക്കൽ. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ഓർണമെന്റ്സ് അത് സൈക്ലിക്കലാണ്. ഡിമാൻഡ് ഫോർ ഹൗസിംഗ് ഈസ് അഫക്റ്റഡ് ബൈ ഇഫക്റ്റ് ഓഫ് ദ ബിസിനസ് സൈക്കിൾ അപ്പോൺ ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പോൾ വീട് കെട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ലോണുകൾ എത്രത്തോളം സാങ്ഷൻ ആവേണ്ട, ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് വരിക, അപ്പോൾ ഇതെല്ലാം അത് അഫക്റ്റ് ചെയ്യും. അതൊരു സൈക്ലിക്കലായിട്ടുള്ള ഒരു ചാക്രികമായിട്ടുള്ള ഒരു ഡിമാൻഡ് ക്രിയേഷൻ ആണ് അവിടെ വരുന്നത്. എക്കണോമിക് ആയിട്ടും സോഷ്യൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടും ഫാഷൻ ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. നാലാമത്തെയാണ് റാൻഡം വേരിയേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഡീവിയേഷൻ ആയിരിക്കും ട്രെൻഡ് ലൈനിൽ നിന്ന് കിട്ടുക. ഒരു പ്രത്യേകിച്ചൊരു പാറ്റേണോ പ്രത്യേകിച്ചൊരു റിപ്പീറ്റേഷനോ ഒന്നും അതിൽ നമുക്ക് കാണൽ സാധ്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓരോന്നും ഓരോ തരത്തിൽ വ്യത്യസ്തമായിരിക്കും. ഒരിക്കലും അതിനൊരു സെയിം ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് പോകുന്നതോ ഒരേ പാറ്റേണിലോ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. When all known causes for demand in forecast that can be identified have been accounted for, then remaining unexplained variation are referred to as a random variation, error or noise. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അതിൽ അറിയാൻ സാധ്യമാവുന്ന എല്ലാ കോഴ്സുകളെയും നമ്മൾ പഠിക്കുകയും അതിലൂടെ നമ്മൾ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് റാൻഡം വേരിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് പറയുന്നത് കോസൽ റിലേഷൻഷിപ്പ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഇതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ്. ഇവിടെ നമ്മൾ ഒരു അറ്റംപ്റ്റ് ആണ് നടക്കുന്നത്. ഡിമാൻഡ് പാറ്റേണിനെ, ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് പാറ്റേണിനെ ലിങ്ക് ചെയ്യുക, അതിൻ്റെ പെർട്ടിക്കുലർ ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട് ലിങ്ക് ചെയ്യുക. അതിലൂടെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ലീഡിങ് ആയിട്ടുള്ള വേരിയബിൾസ് ഏതാണെന്നുള്ളത് നോക്കാം. ആൻഡ് അതിൻ്റെ ഡയറക്റ്റ് റിയാക്ഷൻ ഡിമാൻഡിനെ എങ്ങനെ ബാധിക്കുന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് അതിൽ മെയിനായിട്ട് നമുക്ക് പറയാൻ വെച്ചാൽ ഒരു റെയിൻഫോൾ വരുമ്പം അതുമായി ബന്ധപ്പെട്ട് അംബ്രലാസിൻ്റെ ഡിമാൻഡ് എത്ര കൂടുന്നു എന്നാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോസും അതിൻ്റെ റിലേഷൻഷിപ്പുമാണ് അവിടെ കാണിക്കുന്നത്. ഈ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഇതൊന്നും അല്ലാതെ വരുന്ന രണ്ട് ഫാക്ടേഴ്സ്, അതർ ഫാക്ടേഴ്സ് കൂടി പറയുന്നുണ്ട്. ഒന്ന് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളാണ്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ടിപ്പിക്കലി ഫോളോസ് 4 phases ആണ്. ഒരു പ്രൊഡക്റ്റ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ടായിരിക്കും. അതിനുശേഷം അത് മെല്ലെ ഗ്രോ ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് എത്തുമ്പോൾ ആ ഒരു വളർച്ച അവിടെ അതേപോലെ വരുന്നു, മെച്ചുവേർഡ് ആവുന്നു. ആൻഡ് ലാസ്റ്റ് അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞ് ആ ഒരു പ്രോഡക്റ്റ് അവിടെ മാർക്കറ്റിൽ നിന്ന് തന്നെ പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് രണ്ടാമത്തേൽ പറയുന്ന ബിസിനസ് സൈക്കിളാണ്. ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ റിസഷൻ പ്രൊവൈഡ്സ് എ ജനറൽ ബാക്ക്ഗ്രൗണ്ട് ഫോർ ഫോർകാസ്റ്റിംഗ് എസ്റ്റിമേറ്റ് ആൻഡ് ടൈം പീരീഡ്സ്. കാരണം ഒരു ഫോർകാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഫാക്ടറും നമ്മൾ കൃത്യമായിട്ട് കൺസിഡർ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അതിൻ്റെ അനുസരിച്ചായിരിക്കും ഫ്യൂച്ചർ ഡിമാൻഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. ബിസിനസ്സിൻ്റെ ബൂം പീരീഡും അതുപോലെ തന്നെ ആ ഒരു റിസഷൻ പീരീഡും അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്.